വൈറ്റമിൻ മതി ഫൈബ്രോയിഡ് മാറ്റാനായിട്ട്? അതിനെന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ അതോ മിസ്ഇൻഫർമേഷൻ മാത്രമാണോ? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വൈറ്റമിൻ കഴിച്ചു കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് മാറുമെന്നാണ്. 80% യൂട്രൈൻ ഫൈബ്രോയിഡ് കാണുന്നത് 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ്. 80%? അത് വളരെ ഒരു ഹ്യൂജ് നമ്പർ അല്ലേ? എന്നാൽ എല്ലാ ഫൈബ്രോയിഡും സിംറ്റംസ് ഉണ്ടാകണം എന്നില്ല. എന്നാൽ ചില സ്ത്രീകൾക്ക് ഹെവി ബ്ലീഡിങ്ങും പെയിനും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസും ഒക്കെ കാണാറുമുണ്ട്. അതെ ഹന്ന, ഇപ്പൊ സിവിയർ കേസസിൽ അവർ പറയുന്നത് ഹിസ്റ്ററക്ടമി ചെയ്യാനാണ്, അതായത് യൂട്രസ് എടുത്ത് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല റിച്ച്, വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് മെനോപോസ് കഴിഞ്ഞാൽ, അതായത് ആർത്തവ വിരാമം കഴിഞ്ഞാൽ ഈ ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത് യൂഷ്വലി കുറയുന്നതായിട്ടും സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത്? ഈസ്ട്രജൻ. യെസ്, ഈസ്ട്രജൻ. പ്രഗ്നൻസി ടൈമിൽ ഈ ഹോർമോണൽ തെറാപ്പി എടുക്കുന്നവരിൽ അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ പിൽസ് എടുക്കുന്നവരിലൊക്കെ ഈ ഫൈബ്രോയിഡ് വലുതാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരിൽ മാത്രമല്ല, ഈ ടൈപ്പ് 2 ഡയബറ്റിസ്, ഒബീസിറ്റി, അതായത് അമിതവണ്ണം ഉള്ളവരിലും PCOS പോലുള്ള കണ്ടീഷൻസ് ഉള്ളവരിലും ഈ ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഇതിന്റെ കോമൺ ത്രെഡ് എന്താണ്? യെസ്, അതാണ് ഈ പറഞ്ഞ ഈസ്ട്രജൻ. ഈസ്ട്രജൻ ബേസിക്കലി ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ്. ഫൈബ്രോയിഡ് ഗ്രോത്തിൽ ഇതിന് വലിയൊരു റോൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ശരിക്കും ഫൈബ്രോയിഡ്? ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ, അതായത് യൂട്രസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു മസിലാണ്. അപ്പോൾ അതിൽ നിന്ന് വളരുന്ന ഒരു ബിനൈൻ ഗ്രോത്ത് ആണ് ഈ ഫൈബ്രോയിഡ്. അപ്പോൾ എന്താണ് ബിനൈൻ? ബിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷകരമല്ലാത്തൊരവസ്ഥ. അതായത് ക്യാൻസർ പോലെ മറ്റ് സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഇതിന് വളരെ കുറവായിരിക്കും. എന്ന് കരുതി ട്രീറ്റ്മെന്റ് വേണ്ട എന്നല്ല, ട്രീറ്റ്മെന്റും വേണം, നിരീക്ഷണവും വേണം. ഇതിലൊരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബ്രോയിഡിൽ കൊളാജൻ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് അത് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഫൈബ്രോയിഡിന്റെ അകത്ത് ഓക്സിജന്റെ ലെവലും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസും കൂടുതലാണ്. സോ നമുക്കിതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടറിലേക്കാണ്. അതാണ് വൈറ്റമിൻ ഡി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന വൈറ്റമിൻ ഡി കഴിച്ചു കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് മാറും എന്നാണ്. അങ്ങനെയല്ല, ചില സ്റ്റഡീസ് പ്രകാരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരിലാണ് ഈ ഫൈബ്രോയിഡ് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നത്. സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്റ്റഡീസിൽ വൈറ്റമിൻ ഡി എടുത്ത ഗ്രൂപ്പിൽ ഈ യൂട്രൈൻ ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത് കുറവായിരിക്കും, അതായത് സൈസ് റിഡക്ഷൻ നടക്കുന്നു എന്നാണ് ചില സ്റ്റഡീസിൽ പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡിയും ഫൈബ്രോയിഡും തമ്മിലുള്ള എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഈ വൈറ്റമിൻ ഡി നമ്മുടെ ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത് സ്ലോ ചെയ്യാൻ സഹായിക്കുന്നു, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും, ഈസ്ട്രജൻ എഫക്റ്റ് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സോ അതുകൊണ്ട് വൈറ്റമിൻ ഡി എടുത്താൽ ഫൈബ്രോയിഡ് കംപ്ലീറ്റ്ലി മാറിപ്പോകും എന്നല്ല, ബട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് തന്നെ ഗുണം ചെയ്യും. ഫൈബ്രോയിഡ് ഉള്ള കേസുകളിൽ അത് വളരെ ഒരു സപ്പോർട്ടീവ് റോളായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു മാജിക് ക്യൂർ അല്ല. വൈറ്റമിൻ ഡി നമ്മുടെ ഓവറോൾ ഹെൽത്തിന് മാനേജ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നു എന്നാണ്, അതായത് ഫൈബ്രോയിഡിന് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ് ആണ്. അപ്പോൾ അതിന് തന്നെ ഇപ്പം ഈസ്ട്രജൻ, ഒബിസിറ്റി, ജെനറ്റിക്സ്, ഇൻഫ്ലമേഷൻ, ഇങ്ങനെ ഒരുപാട് റോള് അതിനുണ്ടാക്കാം. അപ്പോൾ എന്താണ് ഹോമിയോപ്പതി ഇതിനകത്ത് വഹിക്കുന്ന റോൾ? അപ്പോൾ ഈ ഹോമിയോപ്പതിയിലെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും 4 സെന്റിമീറ്റർ താഴെയുള്ള ഫൈബ്രോയിഡിലാണ് കൂടുതലും ഡീൽ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ മേജർ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഹെവി ബ്ലീഡിങ്, അതായത് ഫൈബ്രോയിഡ് കൊണ്ട് ഉണ്ടാവുന്ന ഹെവി ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഹോമിയോ മെഡിസിൻസ് കൊണ്ട് സാധിക്കും. അതുപോലെ ബാക്കിയുള്ള അവർക്ക് പെയിൻ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് യൂട്രൈൻ ഫൈബ്രോയിഡ് മാനേജ് ചെയ്ത കുറേ കേസുകളുണ്ട്. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So see you on next video. Thank you.